വളരെ സെൻസേഷനലായ ഒരു ന്യൂസ് ആയിരുന്നു ഈ കൊച്ചിന്റെ തട്ടിക്കൊണ്ടുപോകൽ. 2018 ഒക്ടോബറിൽ 21 വയസ്സുകാരൻ ജെയ്ക്ക് ഒരു പുതിയ ജോലിക്ക് കയറും. അങ്ങനെ തിരിച്ച് കാറിൽ വീട്ടിലേക്ക് വരുന്ന വഴി ഫ്രണ്ടിൽ ഒരു സ്കൂൾ ബസ് ഉണ്ടായിരുന്നു. സ്കൂൾ ബസ് ഒരു വീടിന്റെ മുമ്പിൽ നിർത്തുന്നു. കാറിലിരുന്ന് കാണുവാണ് ആ വീട്ടിൽ നിന്ന് 13-കാരി ജെയ്മി വളരെ ചിരിച്ചു കളിച്ച് സന്തോഷത്തോടെ സ്കൂൾ ബസ്സിൽ കയറുന്നത്. ആ മൊമെന്റിൽ തന്നെ എന്റെ ഈ ഒറ്റപ്പെട്ട ലൈഫിൽ കൂടുതൽ കളറാക്കാൻ ഈ കൊച്ചുണ്ടായേ പറ്റത്തുള്ളൂ എന്ന് അവൻ അങ്ങ് തീരുമാനിച്ചു. ഫസ്റ്റ് ടൈം കാണുക, ആ കൊച്ചിന്റെ പേര് പോലും അവൻ അറിയത്തില്ല. എങ്ങനെ ജെയ്മിയെ കടത്തിക്കൊണ്ടുപോയി തന്റെ ഗേൾഫ്രണ്ട് ആക്കാം. ഫൈനലി ഒക്ടോബർ 15, 2018 ജെയ്ക്ക് പാതിരാത്രി കഴിഞ്ഞ് ജെയ്മിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. അപ്പൊ ജെയ്മിയുടെ പെറ്റ് ഡോഗ് ഭയങ്കരമായിട്ട് കുരയ്ക്കാൻ തുടങ്ങി. ജെയ്മി ഓടിച്ചെന്ന് പേരൻസിന്റെ മുറിയിൽ ചെന്ന് അവരെ അറിയിച്ചു. ഉടനെ ജെയിംസ് വൈഫിനോടും മോളോടും പറഞ്ഞു, നിങ്ങൾ മുകളിലത്തെ നിലയിൽ എവിടെയെങ്കിലും പോയി പാത്തിരുന്നോ. അങ്ങനെ ഫ്രണ്ട് ഡോറിലെ വിൻഡോയിൽ കൂടെ നോക്കുമ്പോൾ ജെയിംസിനും കാണാം ഒരു മനുഷ്യൻ ഇങ്ങനെ അടുത്ത് വരുന്നുണ്ട്. ജെയ്ക്ക് തോക്കെടുത്ത് വെടിവെക്കുവാണ്. അങ്ങനെ ആ വിൻഡോയുടെ അപ്പുറത്ത് നിന്ന് ജെയിംസ് മരിച്ചു വീണു. ഈ ടൈമിൽ ഫസ്റ്റ് ഫ്ലോറിലെ ബാത്റൂമിൽ കയറി ഒളിച്ചിരിക്കുവായിരുന്ന അമ്മയും മോളും. അങ്ങനെ ഫൈനലി അവർ ഹൈഡ് ചെയ്യുന്ന ബാത്റൂം ഡോർ തല്ലിപ്പൊളിച്ച് അവനകത്തോട്ട് കയറാൻ പോവുക. അപ്പൊ പെട്ടെന്ന് ഈ അമ്മ 911 ഡയൽ ചെയ്യുന്നുണ്ട്. ഇവനെ ഡക്ട് ടേപ്പ് തിരിച്ചു വാങ്ങിച്ചിട്ട് അവൻ തന്നെ അവിടെ വായും മൂടി കെട്ടി കൈയും കാലും എല്ലാം കെട്ടി. എന്നിട്ട് ജെയ്മിയെ ബാത്ത് ടബിൽ നിന്ന് വലിച്ചു പുറത്തോട്ട് ഇട്ടു. എന്നിട്ട് തോക്കെടുത്തിട്ട് നിസ്സഹായ ആ അമ്മയെ വെടിവെച്ച് വീഴും. ആ ബാത്ത് ടബിൽ ബ്ലഡ് കുളിച്ചു കിടന്നു. പോകുന്ന വഴി ഫ്രണ്ട് ഡോറിന്റെ അടുത്തെത്തിയപ്പം സൈഡിൽ വെടികൊണ്ട് അപ്പം മരിച്ചു കിടക്കുന്നു. എത്ര പേടിപ്പെടുത്തുന്ന അവസ്ഥയാണ് ആ കൊച്ചിനെ വലിച്ചഴിച്ചുകൊണ്ട് പോയി കാറിന്റെ ട്രങ്കിലിട്ട് പൂട്ടുന്നു. കാർ സ്പീഡിൽ പായുന്നു. അങ്ങനെ ജെയ്ക്ക് ജെയ്മിയെ കൊണ്ട് അവന്റെ ഈ കാട്ടിലുള്ള വുഡൻ ക്യാബിനിൽ വീട്ടിലെത്തിയ ശേഷം ജെയ്ക്ക് ജെയ്മിയെ അവന്റെ ബെഡിന്റെ അടിയിൽ ഒളിപ്പിച്ചു. എന്നിട്ട് ഹെവി വെയിറ്റുകൾ നിറച്ച ബോക്സുകൾ കൊണ്ട് നിരപ്പിനി ബെഡിന്റെ അടിയിൽ അങ്ങ് വെച്ചു. ആ സമയം ജെയ്മിയുടെ നാട്ടിൽ വമ്പൻ സെർച്ച് നടക്കുക. അങ്ങനെ 3-ാമത്തെ മാസമായി ജാനുവരി 2019 എൻഡായി. ഒരു ദിവസം ഈ വട്ടൻ ജെയ്ക്ക് പറയുന്നു, ഞാനൊരു ജോബ് ഇന്റർവ്യൂവിന് പോവാം. ജെയ്ക്കിന്റെ കാറിന്റെ സൗണ്ട് പോകുന്നതും കേട്ട് ഈ ബോക്സ് എല്ലാം തള്ളി മാറ്റാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് പരിശ്രമിച്ച് കട്ടിലിനടിയിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നു. കൊടും തണുപ്പത്ത് എന്തായാലും അവൾ പുറത്തിറങ്ങി അവിടെ കിടന്ന ജെയ്ക്കിന്റെ ഒരു ഷൂസ് എടുത്തു. ദൂരെ ഒരു ലേഡി ഒരു ഡോഗിനെയും കൊണ്ട് നടക്കുന്ന അവളുടെ കണ്ണിപ്പെട്ടു. അങ്ങനെ അവരെ ലക്ഷ്യമാക്കി അവൾ ഓടിച്ചെന്നു. ജെയ്മി എന്ന പേര് കേട്ടത് 3 മാസം മുമ്പ് മിസ്സിംഗ് ആയ ജെയ്മിയ തന്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന് ഈ ലേഡിക്ക് മനസ്സിലായി. അവരുടനെ 911 വിളിക്കുന്നു. പോലീസ് ഉടനെ തന്നെ പറന്നു വന്നു. ഈ വെടിക്ക് വീട്ടിലെത്തുന്നു. മനസ്സിലാക്കുന്നു ജെയ്മി രക്ഷപ്പെട്ടു. പക്ഷെ അവൻ വിചാരിച്ചു അവൾ ഈ സ്നോയിൽ കൂടെ വഴി തെറ്റി എവിടെയെങ്കിലും അലഞ്ഞു തിരിഞ്ഞ് നടക്കുമായിരിക്കും. അവന് ഭ്രാന്ത് പിടിച്ച് പെട്ടെന്ന് കാറും എടുത്ത് അവളെ തപ്പാൻ വേണ്ടി ഇറങ്ങുമ്പോൾ തന്നെ അവനെ തപ്പിയുള്ള പോലീസുകാർ ഉടനെ അവിടെ എത്തി. ജെയ്ക്ക് ഇപ്പോഴും ജയിലിൽ കഴിയുന്നു.